ഒരിക്കൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു എന്നുള്ള സബ്ജക്റ്റിലെ 29ാമത്തെ എപ്പിസോഡിലോട്ടാണ് നമ്മൾ ഇന്ന് കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ ചുവന്ന മൃഗത്തിന്മേൽ ഇരിക്കുന്ന സ്ത്രീ ആരാണെന്നും ആ സ്ത്രീ പെരുവള്ളങ്ങളുടെ പുറത്തുമാണ് ഇരിക്കുന്നതെന്നും ആ സ്ത്രീ 7 മലകളാൽ ചുറ്റപ്പെട്ട പട്ടണത്തിലാണ് ഇരിക്കുന്നതെന്നും ആ സ്ത്രീയെ 7 രാജാക്കന്മാർ ലിഫ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നതും ആ 7 രാജാക്കന്മാർ അത് 7 മലകൾ കൂടിയാണെന്നുമുള്ള ആഴമായ വിഷയങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ആന്റിക്രൈസ്റ്റിന്റെ ബാക്കി ഭാഗങ്ങളാണ് ചിന്തിക്കുന്നത്. ഈ ആന്റിക്രൈസ്റ്റിന് 7 വർഷത്തിൽ ആദ്യത്തെ ഒരു 3.5 വർഷം അവൻ നല്ലവണ്ണം പ്രവർത്തിക്കുമെന്നും അത് കഴിഞ്ഞ് 3.5 വർഷം കഴിയുമ്പോഴാണ് അവൻ്റെ തനി നിറം പുറത്തെടുക്കുന്നതെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ചിന്തിച്ചു. ഇന്ന് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ അതിൻ്റെ 14-ാം വാക്യം, അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താവിൻ്റെ രാജാതി രാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ഇവിടെയാണ് ആന്റിക്രൈസ്റ്റിൻ്റെ അവസാന കാലം എത്തുന്നത്. അന്നൊരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന് ബൈബിൾ പറയുന്നത് ഹർമഗദോൻ യുദ്ധമെന്നാണ്. നമുക്കത് മനസ്സിലാകുന്നത് 3-ാം ലോകമഹായുദ്ധം, തേർഡ് വേൾഡ് വാർ. ദാനിയേൽ 8-ാം അധ്യായം 25-ാം വാക്യത്തിൽ അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ നമുക്ക് മനസ്സിലാക്കും. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും അവൻ അതിശയമാമണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. സെക്കൻഡ് 3.5 വർഷത്തിൽ അവൻ തുടങ്ങുന്ന പരിപാടിയാണ്. അങ്ങനെ ഇസ്രയേൽ പീഡിപ്പിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലാണ് ഈ നെറ്റിമേലും കൈമേലുമുള്ള മുദ്രയൊക്കെ കമ്പൽസറി ആയിട്ടത് വരുന്നത്. അപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലാകും, ഇവൻ്റെ ആരാധന, ഇവനെ രാജാവായിട്ട് അംഗീകരിക്കണം, ഇവനെ ലോർഡ് ദൈവമായിട്ട് അംഗീകരിക്കണം. അങ്ങനെ ഇവൻ്റെ പ്രതിമയൊക്കെ യെരുശലേം ദേവാലയത്തിനകത്ത് വയ്ക്കും. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾ അബദ്ധത്തിൽ ചാടിയല്ലോ എന്ന്. 25-ാം വാക്യം കൂടെ വായിക്കുന്നത്, അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും, ഇത് ആദ്യത്തെ 3.5 വർഷത്തെ കാര്യമാണ്. അവൻ നയബുദ്ധിയാൽ, അപ്പോഴാദ്യം ഇസ്രയേൽ തെറ്റിദ്ധരിച്ച് ഞങ്ങളുടെ മശികയാണ് ഇതെന്ന് ചിന്തിച്ചാണ് അവരിവനെ സഹായിക്കുന്നത്. സ്വന്തം ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കും. എന്ന് വെച്ചാൽ നല്ല വിശ്വാസത്തിൽ നിൽക്കുന്ന യഹൂദ ജനത്തെ നശിപ്പിക്കും. ഇവിടെ ശ്രദ്ധിക്കണമേ, ഇവിടെ വിശുദ്ധന്മാരെന്ന് പറയുന്നത് പുതിയ നിയമസഭയല്ല. ആ സഭ ആന്റിക്രൈസ്റ്റിന് മുൻപ് എടുക്കപ്പെട്ട്, കാരണം ഒരിക്കലും ഭൂമിയിൽ 2 സഭകൾ ഉണ്ടാകത്തില്ല. അത് പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാഹളം ധ്വനിക്കുകയും അതോടുകൂടി ഇസ്രയേലിനുള്ള അവസാനത്തെ 7 വർഷ ഭരണം ഇവിടെ തുടങ്ങുന്നത്. ആ 7 വർഷത്തിലെ ആദ്യത്തെ 3.5 വർഷമാണ് ആന്റിക്രൈസ്റ്റ് നല്ല നയബുദ്ധിയാൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി 25-ാം വാക്യം നമ്മൾ വായിച്ചവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. ഇവിടെ പറയുന്ന ഈ കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. ഈ കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യുമെന്ന് പറയുന്ന ആ പദമാണ് 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം ഉണ്ടാകുന്ന വിധി. ഇനിയും വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം തൊട്ട് വായിക്കുന്നു, 6-ാമത്തവൻ തൻ്റെ ക്രോധ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുങ്ങേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. ആ സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളകളെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ബൈബിളിലെ ഓരോ പദങ്ങളുടെയും അർത്ഥങ്ങളും അതിൻ്റെ വെയിറ്റും അതിൻ്റെ ആഴങ്ങളും നമ്മൾ ചിന്തിക്കണം. കാരണം ഇത് ഒത്തിരി വിവരിച്ചു പോകാതെ ഇത് കംപ്രസ് ചെയ്ത് ചേർത്താണ് ഈ ബൈബിള് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മഹാദിവസത്തിലെ യുദ്ധം, സർവശക്തനായ ദൈവത്തിൻ്റെ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊക്കെ ആഴമായ അർത്ഥങ്ങളുണ്ട്. 7 ക്രോധ കലശ ദൂതന്മാരെ നമുക്ക് കാണാം. 6ഉം 7ഉം ദൂതന്മാരുടെ ദൗത്യം ഈ യുദ്ധവുമായിട്ട് കണക്റ്റഡ് ആണ്.
അപ്പോൾ ആറാമത്തവൻ ഇത് യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു. ഈ യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് നമുക്കറിയാം. ഇറാൻ, ഇറാഖ് ഭാഗങ്ങൾ കൂടി, ലെബനാൻ, സിറിയ ഭാഗങ്ങൾ കൂടൊക്കെ ഒഴുകി വരുന്ന ഒരു നദിയാണ്. ആ നദി വന്ന് ഗൾഫ് കടലിൽ പതിക്കുന്നു. ആ നദിയുടെ തീരത്താണ് ഈ പറയുന്ന പട്ടണങ്ങൾ. ഇറാൻ, ഇറാഖൊക്കെ അതിൻ്റെ തീരത്തുള്ള സ്ഥലങ്ങളാണ്. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്കെന്ന് പറഞ്ഞാൽ മിലിറ്ററിക്കാർക്ക് എവിടേക്കാണ് ഇവർ പോകുന്നത്? ഇവർ പോകുന്നത് ഈ മൂന്നാം ലോക മഹായുദ്ധത്തിന് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ലീഡർഷിപ്പിൽ ഈ അനേക രാജ്യങ്ങൾ വരുമ്പോൾ, പണ്ട് 1967 യുദ്ധം നടന്നതുപോലെ അനേക രാജ്യങ്ങൾ ഒരുമിച്ച് കൂടി ഇസ്രയേലിനോട് യുദ്ധത്തിന് വരുമ്പോൾ ആ യുദ്ധത്തിൽ പങ്കുചേരുവാനാണ് ഈ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ വരുന്നത്. ഈ കിഴക്ക് നിന്ന് ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത്? ഒന്ന്, മെയിനായിട്ട് പാർസി രാജ്യത്തെക്കുറിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കിഴക്ക് നിന്നുള്ളവരുടെ കൂട്ടത്തിൽ. അതുകൂടാതെ ചൈന കാണാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ ഉറപ്പായിട്ടുണ്ടാകും. ഇവിടെ പടക്കൂട്ടങ്ങൾ എന്നൊരു പദമുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം സൗദി അറേബ്യ തുർക്കിയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒരു യുദ്ധ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്, ഒരു വാർ എഗ്രിമെന്റ്. എക്സാമ്പിൾ, സൗദിയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അത് സ്വന്തം രാജ്യത്തെ ആക്രമിക്കുന്ന പോലെ എടുത്തിട്ട് സ്വന്തം മിലിറ്ററി, പാകിസ്ഥാന്റെ മിലിറ്ററി സൗദിയിൽ പോയി സൗദി ആരോട് യുദ്ധം ചെയ്യുന്നു അവരോട് യുദ്ധം ചെയ്യണം. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും കൂടി യുദ്ധം നടന്നാൽ പാകിസ്ഥാൻ്റെ സൈഡിലേക്ക് സൗദി അറേബ്യ വരണം, തുർക്കി വരണം. ഇങ്ങനെയൊരു എഗ്രിമെൻ്റ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു എഗ്രിമെൻ്റ് ഇവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എഗ്രിമെൻ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ എക്സാമ്പിൾ തുർക്കി യുദ്ധത്തിന് പോവാണ്, പാകിസ്ഥാനും സൗദി അറേബ്യയും ഈ യുദ്ധത്തിന് കൂടി ചെല്ലണം. അതുപോലെ ഇറാന് ചില പ്രോക്സികളും അല്ലെങ്കിൽ എഗ്രിമെൻറ്റഡ് രാജ്യങ്ങളും ഉണ്ടെങ്കിൽ ആ രാജ്യങ്ങളും ഇവരോടുകൂടി ഈ യുദ്ധത്തിന് പുറപ്പെടണം. അതാണ് അവൻ്റെ പടക്കൂട്ടങ്ങൾ നിന്നൊരു പദം എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെയാണ് ഈ പടക്കൂട്ടങ്ങൾ എന്നുള്ള പദം വന്നിരിക്കുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കാനാണ് ഈ ആറാമത്തവൻ തൻ്റെ ക്രോധ കലശം യൂഫ്രട്ടീസ് മഹാനദിയുടെ പുറത്തൊഴിക്കുന്നത്. 13-ാം വാക്യത്തിൽ, മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളകളെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഓപ്പറേഷൻ സിന്ദൂർ ഈ കഴിഞ്ഞ നാളുകളിൽ നടന്നപ്പം അതിനകത്ത് വിദേശ രാജ്യങ്ങൾക്കൊക്കെ ഒത്തിരി അപമതിപ്പുണ്ടാകുകയും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. ഫേക്ക് ന്യൂസ് ഒക്കെ ഇവിടെ പടർന്നു. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇവിടുന്ന് പ്രതിനിധികളെ അയച്ചു പല രാജ്യങ്ങളിലേക്ക്. അതിലൊരാളായിരുന്നു ശശി തരൂർ. ഈ ശശി തരൂരിനെ വിടുമ്പോൾ ഇവിടെ വിവാദമുണ്ടായി. കാരണം കോൺഗ്രസ് പ്രതിനിധികൾ എന്തിനാണ് അതിന് പോകുന്നതെന്നുള്ളതൊക്കെ ചോദിച്ചൊരു വിവാദമുണ്ടായി. എങ്കിലും അദ്ദേഹം പോയി. അതിൻ്റെ ശരിയും തെറ്റുമല്ലല്ലോ നമ്മുടെ വിഷയം. അങ്ങനെ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. അതുപോലെ ഈ വേൾഡ് വാറിനുള്ള യുദ്ധത്തിനായിട്ട് റഷ്യയും മറ്റും കോപ്പുകൂട്ടുമ്പോൾ സാത്താൻ അന്ന് ഭൂമിയിലാണ്. സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഇതിന് മുൻപുള്ള 2 എപ്പിസോഡുകൾക്ക് മുൻപ് ഞാനത് എടുത്തിരുന്ന സബ്ജക്റ്റാണ്. ആകാശമണ്ഡലത്തിൽ സിംഹാസനം വെച്ച് വാണിരുന്ന സാത്താനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ ആധിപത്യവും അവൻ്റെ സിംഹാസനവും എല്ലാം ഭൂമിയിലാണ്. സാത്താനും ഈ കള്ളപ്രവാചകനും ത്രിമൂർത്തികൾ ചേരുകയാണ്. സാത്താനെ, ആൻറ്റി ക്രൈസ്റ്റ്, കള്ളപ്രവാചകൻ. ഇവർ 3 പേരും കൂടെ ചേർന്ന് അവരുടെ നയതന്ത്ര പ്രതിനിധികളെ ലോകം മുഴുവൻ അയക്കും. അവർ ഇന്ത്യയിലേക്ക് അയക്കും, പാകിസ്ഥാനിലേക്ക് അയക്കും, അഫ്ഗാനിസ്ഥാനിലേക്ക്, അമേരിക്കയിലേക്ക് അയക്കും, എല്ലായിടത്തും അയക്കും ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ. അങ്ങനെയാണ് ഇവർ വലിയ കൂട്ടമായിട്ട് ഇസ്രയേലിന് നേരെ യുദ്ധത്തിന് ചെല്ലുന്നത്. ഇതാണ് 3-ാം ലോകമഹായുദ്ധം. 16-ാം വാക്യം എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അപ്പോൾ പ്രോഗ്രാം എല്ലാം തീരുകയാണ്. ഈ സംഭവിച്ചു തീർന്നു എന്നുള്ള പദം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഇവിടെ ഇസ്രയേലിനോ ദൈവജനത്തിനോ ഒരു പ്രയാസവും ഉണ്ടാകാതെ കാര്യങ്ങൾ തീരും. സാത്താനെ പിന്നെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് ബന്ധിക്കുന്നു. കള്ളപ്രവാചകനെയും ഈ ആൻറ്റി ക്രൈസ്റ്റിനെയും അഗ്നികുണ്ഡത്തിലേക്ക് വിടുന്നു എന്നുള്ളത് 19-ാം അധ്യായത്തിൻ്റെ അവസാനം നമുക്ക് വായിക്കാം. 18
മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പമുണ്ട്. ഈ ഭൂകമ്പമാണ് എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ പറയുന്ന ഭൂകമ്പം. ആ ഭൂകമ്പം എന്ന് പറയുന്ന തേർഡ് വേൾഡ് വാർ ആണ്. അത് അല്പം കൂടി മുൻപോട്ട് പോയിട്ട് ഒന്നുകൂടെ ഞാൻ വിവരിക്കാം. ഇതിനു മുൻപുള്ള പല എപ്പിസോഡുകളിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു മഹാഭൂകമ്പമെന്നാണ് എസെക്കിയേൽ പ്രവചനത്തിലും പറയുന്നത്, ഇവിടെ ഈ 16-ാം അധ്യായത്തിലും പറയുന്നത്. ഇനി ഞാൻ യോവേൽ പ്രവചനത്തിലേക്കൊന്ന് പോവുകയാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ, ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവീൻ. കാരണം ദൈവവചനത്തിൽ കൃത്യമായിട്ടും വാണിംഗ് ആൻഡ് മെസ്സേജ് തരുന്നുണ്ട് നമുക്കെല്ലാവർക്കും. ശുദ്ധ യുദ്ധത്തിന് ഇതാണ് തേർഡ് വേൾഡ് വാർ. ഒരുങ്ങിക്കൊള്ളുവീൻ, വീരന്മാരെ ഉദ്യോഗിപ്പിപ്പീൻ, സകല യോദ്ധാക്കളും അടുത്ത് വന്ന് പുറപ്പെടട്ടെ. ജാതികളോടായി പറയുന്നത്. അതുപോലെ നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തുകളെ കുന്തങ്ങളായും അടിപ്പീൻ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ഇവന്മാർ ദുർബലന്മാരാ, ഒരു വിവരവും ഉള്ളവന്മാരല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ യുദ്ധത്തിനൊന്നും പോകത്തില്ലല്ലോ. ഇപ്പൊ ഇറാൻ തന്നെ കണ്ടില്ലേ, ദുർബലമായിട്ട് മൊത്തം നശിച്ചാലും ചാരമായാലും സമ്മതിക്കത്തില്ല, ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവീൻ. ഇവരാണ് ഇസ്രയേലിനെതിരായിട്ട് ഈ പടക്കൂട്ടങ്ങളായിട്ട് വരുന്ന മറ്റ് ജാതികൾ. യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാർ ഇറങ്ങുമാറാക്കണമേ. ഇതാണ് ഇസ്രയേൽ ജനം. ഇസ്രയേൽ വീരന്മാരായി ദൈവത്തിന്റെ ജനമായി അവിടെ ഇറങ്ങുന്നു. 12-ാം വാക്യം, ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിനിരിക്കും. ഇതാണ് തേജസ്സിന്റെ സിംഹാസനം വയ്ക്കുന്നത്. ഇത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തേജസ്സിന്റെ സിംഹാസനത്തെക്കുറിച്ച്. ഇത് യുദ്ധം കഴിഞ്ഞുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവിടെ ഓരോ വാക്യങ്ങളിൽ അടുക്കടുക്കായിട്ട് കാര്യങ്ങളങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. യുദ്ധം കഴിയുന്നു, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് കർത്താവും തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് വരുമ്പോഴാണ് ഈ സിംഹാസനം വയ്ക്കുന്നത്. ഇനി യോവേൽ പ്രവചനം ആ അധ്യായത്തിൽ തന്നെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ യഹൂദരുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും, കാരണം ഇവർക്കൊരു നല്ല കാലം വരുന്നു, ഒരേക രാജാവ് ഭരണം വരുന്നു, നീതിയുടെ രാജാവ് വരുന്നു, കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രയേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവർ അവരെ ജാതികളുടെ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ചെടുത്തുവല്ലേ. ഇതിൻ്റെ ന്യായവിധിയാണ് ഈ യഹോശാഫാത്ത് താഴ്വരയിൽ നടക്കുന്നത്. അതിന് താഴോട്ട് 4-ാം വാക്യത്തിൽ, സോരും സീദോനും സകല ഫിലിസ്തീയ പ്രദേശങ്ങളുമായി ഉള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? എൻ്റെ ജനത്തോട് നിങ്ങൾക്ക് എന്തായിരുന്നു കാര്യം? പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ ജനത്തെ ഇട്ട് പീഡിപ്പിച്ചത്? 5-ാം വാക്യം, നിങ്ങൾ എൻ്റെ വെള്ളിയും പൊന്നും എടുത്ത് എൻ്റെ മനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയില്ലേ? നെബൂഖദ്നേസർ തൊട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയില്ലേ? ആ പൊൻപാത്രങ്ങളിലല്ലേ ഇവർ വീഞ്ഞും മറ്റും വെപ്പാട്ടുകളും മറ്റും കുടിച്ചതും മറ്റും കഴിഞ്ഞ എപ്പിസോഡുകൾ ഞാൻ വിവരിച്ചത്. ഞാൻ ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം അതിൻ്റെ 44-45 ഈ ഭാഗങ്ങൾ നമ്മൾ ഉദ്ധരിച്ചതാണ്. വടക്കേ രാജ്യവും തെക്കേ രാജ്യവും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ, എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും. ഇവിടെ വിശുദ്ധ പർവ്വതം നമുക്കറിയാം, ഹോരോ പർവ്വതമാണ്. ഇതിൻ്റെ മധ്യത്തിലാണ് ഇവൻ കൊണ്ട് മണിപ്പന്തലിടുന്നത്. ആര്? ഇവിടെ പറയുന്ന സബ്ജക്റ്റ് അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചായിരുന്നു. എന്നാൽ അതൊരു നിഴൽ സംഭവമായിരിക്കുമെന്നും അതിൻ്റെ പൊരുളാണ് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതെന്നും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ 3-ാം ലോകമഹായുദ്ധം അന്ത്യോക്യസ് എപ്പിഫാനസ് നടത്തിയ യുദ്ധത്തിൻ്റെ പൊരുളായിട്ടാണ് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ യുദ്ധം നിഴലായിരുന്നു. പൊരുളാണ് 3-ാം ലോകമഹായുദ്ധം വരാൻ പോകുന്നത്. അതുപോലെ ഏകദേശം സംഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. ആര്? ആൻറ്റി ക്രൈസ്റ്റ്. വടക്ക് നിന്ന് ആരാ വരുന്നത്? റഷ്യ, ഗോഗ്, മാഗോഗ്, റൂഷ്, ഇവരൊക്കെയല്ലേ വരുന്നത്. അതുപോലെ തന്നെ കിഴക്ക് നിന്ന് വരുന്നത് റഷ്യ, ഒരുപക്ഷെ പാകിസ്ഥാന്, ചൈന, ഏതായാലും ഈ രാജ്യങ്ങളും അവരുടെ പടക്കൂട്ടങ്ങളുമാണ് വരുന്നത്. നമുക്ക് എസെക്കിയേൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എസെക്കിയേൽ
21:27 അതിനെ ഉന്മൂലനാശം വരുത്തും. ഞാൻ എപ്പോഴും ചോദിക്കും, ഇതെന്താ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ? അല്ലല്ലോ. അതുപോലല്ലേ 93-ാം സങ്കീർത്തനത്തിലെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു. സാധാരണ ദൈവമക്കളൊക്കെ വായിച്ചു വിടുന്ന അല്ല, അതിൻ്റെ ഒന്നും അർത്ഥം ഗ്രഹിക്കുന്നില്ലോ. ഇവിടെ പറയുന്ന 3 ഉന്മൂലനാശമാണ് ലോകത്തിൽ വന്ന 2 വേൾഡ് വാറുകളും ഇനിയും വരാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധവും. എസെക്കിയേൽ 37:3 അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവെ, അങ്ങ് അറിയുന്നു എന്ന് ഉത്തരം പറയുന്നു. കാരണം ഇങ്ങനൊരു സംഭവം നടക്കാൻ പോസിബിൾ ആണോ എന്ന് പോലും പ്രവാചകന്മാർക്ക് ചിന്തിക്കാൻ അന്ന് കഴിവില്ലായിരുന്നു. കാരണം ഇവരതുപോലെ പീഡിപ്പിക്കപ്പെട്ടു. ഹിറ്റ്ലറുടെ കാലത്ത് അത് കഴിഞ്ഞ് ഇവരെ 150-ലധികം രാജ്യങ്ങൾ ചിതറിക്കപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങൾ പോയവരാണ് കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കിയത്. മറ്റ് ഇന്ത്യ പോലെ മിസോറാം, ഇന്ത്യയെ പല രാജ്യങ്ങൾ ചിതറിപ്പോയവർക്കൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ ഉണങ്ങിപ്പോയ ഇസ്രയേലിനെയാണ് ഈ അസ്ഥികൾ എന്ന് പറയുന്നത്. മനുഷ്യസ്ഥികൾ തന്നെയാണ്. ഈ അസ്ഥികൾ എൻ്റെ ജനമാണ്, ഇസ്രയേലാണെന്ന് പറയുന്നുണ്ട്. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ മേൽ ശ്വാസം വരുത്തും. അങ്ങനെയാണ് ഇവർ 1948 രാജ്യമാകുന്നത്. ഇതെല്ലാം നമ്മുടെ ഈ പരമ്പരയിൽ തന്നെ കിടപ്പുണ്ട്. ഇതിന് മുൻപിലുള്ള എപ്പിസോഡുകൾ നിങ്ങൾ ആദ്യം തൊട്ട് കണ്ടാൽ മതി. 7-ാം വാക്യം, എന്നോട് കൽപ്പിച്ചപ്പോൾ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥി അസ്ഥിയോട് ചേർന്നു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. 1914-19 1-ാം ലോകമഹായുദ്ധം. 1939 2-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. ഈ 19-39 വരുമ്പോൾ 20 വർഷമാണ് ഇതിനിടയിൽ ഗ്യാപ്പ്. ഒരു ഷോർട്ട് ഗ്യാപ്പായിരുന്നു. മുഴക്കമായിരുന്നു 1-ാം ലോകമഹായുദ്ധം. ഞാൻ എൻ്റെ ചാർട്ട് ഇട്ട് തരാം. തെലുങ്ക്, മലയാളം, ഹിന്ദി എല്ലാം ഉള്ള ചാർട്ട് ഇട്ട് തരാം. അത് കഴിഞ്ഞൊരു 20 years കഴിഞ്ഞപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്. 1-ാമത്തെ മുഴക്കമെന്ന് പറയുന്നതായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. അതൊരു സാധാരണ യുദ്ധം, തോക്കുകൊണ്ടൊക്കെയുള്ള വെടിയുണ്ടകളും ഒക്കെയുള്ള യുദ്ധമായിരുന്നു. 2-ാമത് ഭൂകമ്പം എന്ന് പറയുമ്പോൾ സെക്കൻഡ് വേൾഡ് വാർ. അതിനകത്താണ് അമേരിക്ക കൊണ്ട് നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് ഇടുന്നത്. അതോടുകൂടിയാണ് ആ യുദ്ധം ജയിക്കുന്നതും യുദ്ധം അവസാനിക്കുന്നതും. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അതാണ് 2-ാം ലോകമഹായുദ്ധം. ആ യുദ്ധത്തോടു കൂടിയാണ് ഇസ്രയേലിന് 1948 മെയ് 14 രാഷ്ട്രമായി കിട്ടുന്നത്. ഇനി നമുക്ക് 38-ന്റെ 1-6 ഒന്ന് വായിക്കാം. യഹോവയുടെ എനിക്കുണ്ടായിരുന്ന മനുഷ്യപുത്ര, രോഷ, മേശക്ക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളുന്നു, രോഷ, മേശക്ക്, തുബാൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെന്നൊക്കെ ഇവിടെ അന്നത്തെ പദങ്ങളാണ്. ഇപ്പോൾ അത് പാറ്റൻ ടാങ്കുകളും അതുപോലെ ഡ്രോണുകളും ഒക്കെയാണ്. ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരുടെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും കുന്ത് എടുത്ത് ഒരു മഹാസമുദ്രം. അന്നത്തെ ജനത്തിലൂടെ മനസ്സിലാകത്തക്കവണ്ണമാണ് ഈ എഴുത്തുകൾ ബൈബിളിൽ വന്നിരിക്കുന്നത്. ഇന്നാണെങ്കിൽ ഡ്രോണുകളെന്നും ന്യൂക്ലിയർ ബോംബും ബാലിസ്റ്റിക് മിസൈലിൽ നിന്നും ഷോർട്ട് റേഞ്ച് മിസൈലിൽ നിന്നും ഒക്കെ M54 ന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയേനെ. അവരോടുകൂടി ഒട്ടൊഴിയാതെ തലക്കോരികയും ധരിച്ച പാർസികൾ, കൂഷ്യർ, പൂത്യർ, ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമ ഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുവിക്കുമാറാക്കും. ഇത്രയും ഒരു വലിയ സമൂഹം, പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേര്, അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും. കണ്ടോ, ഇവിടെ ഒരു പടക്കൂട്ടം കൂടെ പറയുന്നു. അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, അവരുടെ പ്രോക്സികളും അവരോട് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തോഗർമ ഗ്രഹവും അതിൻ്റെ എല്ലാ, തോഗർമ എന്ന് പറഞ്ഞാൽ തുർക്കി. ഇപ്പോൾ അവർ എഗ്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ സൗദിയുമായിട്ടും പാകിസ്ഥാനുമായിട്ടൊക്കെ. അപ്പോൾ ഈ യുദ്ധത്തിന് തോഗർമ, തുർക്കി ഇറങ്ങിക്കഴിയുമ്പോൾ അവരോടുകൂടി പാകിസ്ഥാനും സൗദി അറേബ്യയും ചെന്നിരിക്കണം. അങ്ങനെ തന്നെയാണ് ആ യുദ്ധം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇനിയും 38-ന്റെ 19 ഞാനൊന്ന് വായിക്കാം. ആരാണ് ഈ പറയുന്ന പേരുകളിൽ വരുന്നവര്? ഈ മാഗോഗ് എന്ന് പറയുന്നത് മാഗോഗ് ദേശത്തിന്റെ പ്രഭുവായ ഗോഗി എന്ന് പറയുന്നത്. 38-ന്റെ 1, രോഷ, മേശക്ക്, തുബാൽ എന്ന പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. യഹോവയായ കർത്താവ് ഇപ്രകാരം പറയുന്നു, രോഷ, മേശക്ക്, തൂബാൽ
എന്നിവിടെ പ്രഭുവായ ഗോഗ്, എന്നിവിടെ പ്രഭുവാണ് ഗോഗ്. അപ്പൊ ഇവരാരൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വലി ഈ മാഗോഗ് എന്ന് പറയുന്നത് ജാതികളുടെ വംശങ്ങളുടെയൊക്കെ പേര് പഠിക്കണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ മക്കളെ കുറിച്ച് പഠിക്കണം. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ കുറെ നമുക്ക് മെയിനായിട്ടുള്ള ജാതികളെ അവിടെ നിന്നാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഷേം, ഹാം, യാഫേത്തിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കിട്ടുന്നത് ദിനവൃത്താന്തത്തിലാണ്. മൊത്തം വിശദമായിട്ട് ആദ്യത്തെ കുറേ അധ്യായങ്ങളിൽ വംശപാരമ്പര്യം എഴുതുന്നുണ്ട്. ആക്ച്വലി അത് ദൈവമക്കൾക്ക് പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഈ ഗോഗും മാഗോഗും രൂക്ഷമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ദൈവത്തെ ആരാധിച്ചാൽ മാത്രം മതി, എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും വേണ്ട. അതൊക്കെ അവരവർ ചിന്തിക്കുക. മാഗോഗ് എന്ന് പറയുന്ന യാഫത്തിന്റെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്തിന്റെ വംശം എവിടോട്ടൊക്കെയാ പരന്നെന്നുള്ളതിന്റെ ഒരു അത്യാവശ്യം ചാർട്ടുകളൊക്കെ വേണ്ടി ഞാൻ ഇട്ടിടാം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹയുടെ പുത്രന്മാരെ ഷേം, ഹാം, യാഫേത്ത് എന്നുള്ള വംശപാരമ്പര്യമാവിത്. ജലപ്രളയത്തിന്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമേർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൽ, മേശക്ക്. അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ, മേശക്ക് ആരാണ്, തൂബാൽ ആരാണ്, ഗോമേർ ആരാണ്. ഈ വംശമെല്ലാം വന്നിരിക്കുന്നത് യാഫേത്തിന്റെ വംശത്തിൽ നിന്നാണ്. തൂബാൽ എന്ന് പറയുന്നതാണ് തുബോൾസക്ക് എന്നൊക്കെ പറയുന്ന ഇന്നത്തെ രാജ്യമൊക്കെ അതിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഷേമിന്റെ പുത്രന്മാർ. അപ്പൊ ഈ ഷേമിന്റെ പുത്രന്മാരിൽ നിന്നാണ് നമുക്ക് 24-25 ഷേമ്, അർപ്പക്ഷാദ്, ശേലഹ്, ഏബേറിൽ നിന്നാണ് എബ്രായർ എന്നുള്ള ഗ്രൂപ്പ് വരുന്നത്. ഏബേറിൽ നിന്നാണ് അബ്രഹാമിന്റെ സന്തതിയും വരുന്നത്. ഏബേറ്, പെലേഗ്, രയു, ശെരൂഗ്, നാഹോർ, തേരഹ്, അബ്രഹാം. അല്ലെ 24, 25, 26 ഇസ്രയേലിന്റെ വംശപാരമ്പര്യമാണ് വരുന്നത്. സെമസ്റ്റിക് വംശമായിരുന്നവര് ഷേമിന്റെ പുത്രന്മാരുടെ വംശത്തിൽ നിന്നാണ് വരുന്നത്. 27-13 വരുമ്പോൾ യാവാൻ, തൂബാൽ, മേശക് എന്നിവർ നിന്റെ വ്യാപാരികളായിരുന്നു. അപ്പൊ ഇവർ വ്യാപാരമായിരുന്നു. ഞാൻ ഈ സംഭവം 120-ാം സങ്കീർത്തനത്തെ കുറിച്ച് വിവരിച്ചപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവർ വ്യാപാരികളായിരുന്നു. ആര്? ഈ റഷ്യൻ സൈഡിൽ പോയി പാർത്ത അല്ലെ യാഫേത്തിന്റെ മക്കള്. റോഷൻ എന്ന് പറഞ്ഞ റഷ്യയാണ്. മേശക് എന്ന് പറയുന്നത് മോസ്കോയാണ്. എസ്കേൽ 32:26 വരുമ്പോൾ അവിടെ മേശക്കും തൂബാലും അതിന്റെ സകല പുരുഷന്മാരുമുണ്ട്. അതിന്റെ ശവക്കുഴികൾ അതിന്റെ ചുറ്റും ഇരിക്കുന്നു. അവർ ജീവനുള്ള ദേശത്ത് ഭീതി പരത്തിയിരിക്കിയാൽ അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായിരിക്കുന്നു. ഈ ജീവനുള്ളവരുടെ ദേശമെന്ന് പറയുന്ന ദൈവത്തിന്റെ ജനമായ ഇസ്രയേലിന്റെ ദേശത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എസ്കേൽ 38:13 ഞാൻ അവിടെ വരുന്ന ദേശങ്ങളുണ്ട്. 13 ഷേബയും ദേദാനും തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്, കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നികാലികളെയും ധനത്തെയും അപഹരിക്കാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നു എന്ന് പറയും. ഏത്? തേർഡ് വേൾഡ് വാറിന് ഇവർ വരുന്ന സംഭവത്തെയാണ്. ഷേബ എന്ന് പറഞ്ഞാൽ മസ്കറ്റിന്റെ കുറെ പ്രദേശങ്ങളാണ്. ഇപ്പോഴാണത് മസ്കറ്റും ഒമാനും ഒക്കെ ആയത്. പണ്ട് ഇത് പിരിഞ്ഞു കിടക്കുന്ന രാജ്യമായിരുന്നു. കുറെ കാലം ഇത് ഷേബ രാജ്ഞിയുടെയും അവരുടെ വംശപാരമ്പര്യത്തിന്റെയും ഒക്കെ അണ്ടറിലായിരുന്നു. ദോദാൻ എന്ന് പറഞ്ഞാൽ ഒമാൻ, മസ്കറ്റ്, തർശീഷ്, ഇംഗ്ലണ്ട്, ഇവരൊക്കെ ഈ യുദ്ധത്തിന് സഹകരിക്കാതെ മാറി നിൽക്കുന്നവർ. അപ്പോൾ അവര് ഈ പാർസികളുടെ കൂട്ടത്തെയും എന്ന് വെച്ചാൽ തേർഡ് വേൾഡ് വാറിന് വരുന്ന നമ്മൾ നേരത്തെ ചിന്തിച്ച എസെക്കിയേൽ 38 പറയുന്ന ഗ്രൂപ്പിന്റെ കൂടെ വരുന്നവരാണ്. അങ്ങനെയാണ് 3-ാം ലോകമഹായുദ്ധത്തിന് ഇവരെല്ലാം കൂടി ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുന്നതും. ലാസ്റ്റില് ഇസ്രയേലിന് നിക്കക്കളിയില്ല വരുമ്പോൾ ഇപ്പൊ തന്നെ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ പല പ്രാവശ്യം ഇവർ ആലോചിച്ചതാണ് ആറ്റം ബോംബ് ഇടാം, ന്യൂക്ലിയർ ബോംബ് ഇടാമെന്ന്. കാരണം അമേരിക്കയിലെ ഒരു ചെറിയ ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന W-54 എന്നൊക്കെ പറയുന്ന ബോംബുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇട്ടാൽ ടെഹ്റാനോ ചെറിയ സിറ്റികളെ തകരത്തുള്ളൂ, വികിരണം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ ഏരിയ കവർ ചെയ്യാനുള്ളത്, ഓരോ വലിയ സിറ്റി കവർ ചെയ്യാനുള്ളത്, ഒരു രാജ്യം തീർക്കാനുള്ളത്, ഒരു ഏരിയ തീർക്കാനുള്ള പല ബോംബുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതാണ് 4000, 5000, 7000 ബോംബൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഏതായാലും ന്യൂക്ലിയർ ആറ്റം ബോംബുകൾ ഉണ്ടെന്ന് പറയുന്നത്. ഏതായാലും ഈ വംശത്തിൽ നിന്നാണ് മുന്നോട്ട് വരുന്നത്. ഒരർത്ഥത്തിൽ കൂടി പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ വംശമെല്ലാം വരുന്നത് ഈ ദൈവത്തിന്റെ മക്കൾ എല്ലാവരും
ദൈവത്തിന്റെ ഉപദേശം തെറ്റിച്ച് മറ്റു പരസ്ത്രീകളുമായിട്ട്, കാരണം അബ്രഹാം ഹാഗാറിനെ പരിഹരിച്ചാണ് ഇസ്മായിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഏശാവ് ഹിത്യാസ്ത്രീകളെ വിവാഹം ചെയ്താണ് അമാലേക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടാകുന്നത്. ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഈവൻ ഹേരോദാവ്, മഹാനായ ഹേരോദാവ് പോലും ഈ വംശത്തിൽ നിന്നൊക്കെ വരുന്നതാണ്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്തൊരു വലിയ ഭൂകമ്പം ഉണ്ടാകും. അപ്പൊ ആദ്യം ഒരു മുഴക്കം കേട്ടു, രണ്ടാമതൊരു ഭൂകമ്പം ഉണ്ടായി, മൂന്നാമത് വരുന്നതാണ് മഹാഭൂകമ്പം, മഹാകമ്പം എന്നൊക്കെ അതിന് തെലുങ്ക് ബൈബിളിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ഭൂകമ്പം. ആ ഭൂകമ്പത്തെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് പുസ്തകം 16 വായിച്ചു. ഇതുവരെയും ലോകത്തുണ്ടാകാത്ത തരത്തിൽ ഭൂകമ്പം. ആക്ച്വലി അതൊരു ഭൂകമ്പമല്ല, അതൊരു ന്യൂക്ലിയർ വാറാണ്. കാരണം ഹിരോഷിമയിലൊക്കെ ഇട്ടതുപോലെ 4400 കിലോയുടെ ബോംബൊന്നും അല്ല ഇവിടെ ഇടുന്നത്. അവിടെ ഇടുന്നത് മെട്രിക് ടൺ, മെഗാടൺ ബോംബുകളാണ്, ആധുനിക ബോംബുകളാണ്. അങ്ങനെയുള്ള ബോംബുകൾ കൊണ്ടിടുകയാണ്. ഭൂമിയൊക്കെ വിറയ്ക്കും, പർവ്വതങ്ങൾ വിറച്ച് കുലുങ്ങും, മനുഷ്യൻ ഉരുകിപ്പോകും. സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തിഴയുന്ന ഇഴജാതിയും ഒക്കെയും കണ്ട ഈ മൃഗങ്ങൾ വരെ ചുട്ടുപൊള്ള വെള്ളം തിളയ്ക്കും, മലകൾ ഇടിഞ്ഞു പോകും, കടുത്തൂക്കങ്ങൾ വീണു പോകും, എല്ലാം അതിലും നിലംപരിചയാകും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടത്തിന്മേലും അവനോടുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധവും. ഇവിടെ കണ്ടോണം, പെരുമഴ, വലിയ ആലിപ്പഴം. പെരുമഴ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പൊ തന്നെ ഇറാനൊക്കെ ഇസ്രയേലിലേക്ക് അയച്ചത് 200 ബോംബും മിസൈൽസ് ഒക്കെ ഒരുമിച്ച് അയക്കുന്നത്, 400 ഡ്രോൺസ് ഒക്കെ ഒരുമിച്ച് അയക്കുന്നത്. അതുപോലെയാണ് വലിയ പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധവും ഒക്കെ. തീയും ഗന്ധവും എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബോംബും ആറ്റം ബോംബിനെ കുറിച്ചുമാണ്. അതൊക്കെ വർഷിപ്പിക്കുമെന്നാണ് അവിടെ പറയുന്നത്. പാർസികൾ എന്ന് പറഞ്ഞാൽ ഇറാന്, കൂഷ്യർ എന്ന് പറഞ്ഞാൽ എത്യോപ്യ, പൂത്യർ എന്ന് പറഞ്ഞാൽ സൊമാലിയ അല്ലെങ്കിൽ ലിബിയ, അതുപോലെ തന്നെ ഗോമേർ ജർമ്മനി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഗ്രീസ്, ജർമ്മനി ഒക്കെ, ഗ്രീക്ക് രാജാവൊക്കെ അതുമായിട്ട് കണക്റ്റഡ് ആണ്. തോഗർമാഗ്രഹം ടർക്കി അല്ലെങ്കിൽ തുർക്കി, ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് ആ യുദ്ധത്തിന് ഈ റഷ്യയോട് കൂടിയൊക്കെ വരുന്നത്. അതുകൂടാതെ 22-ാം വാക്യം, ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവരെ ന്യായം വിധിക്കും. ഞാൻ അവന്റെ മേലും അവന്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടിയുള്ള സകല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും വർഷിപ്പിക്കും. ഇങ്ങനെ ഞാൻ എന്നെ മഹത്വീകരിക്കും, ലോകം മുഴുവൻ അറിയും, എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും. ഇവിടെ പറയുന്ന ഈ മഹാഭൂകമ്പമാണ് 3-ാം ലോക മഹായുദ്ധം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി എസെക്കിയേൽ പ്രവചനം 39-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ, മേശക്ക്, തൂബാൽ എന്നിവയുടെ പ്രഭുവായ ഗോഗി, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6-1 ശേഷിപ്പിച്ച്, ഇവിടെ ഒരു പദമുണ്ട്, 6-1 ശേഷിപ്പിക്കും. ഇത് ആക്ച്വലി 39 എന്ന് പറയുന്നത് 3-ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് 1000 ആണ്ടേക്ക് പിശാചിനെ ചങ്ങലയിട്ട് കഴിഞ്ഞ് ഇവനെ വീണ്ടും അഴിച്ചു വിടുന്നുണ്ട്. 1000 ആണ്ട് കഴിയുമ്പോൾ അപ്പോൾ ഇവൻ വീണ്ടും പോയിട്ട് ഇവന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഒന്നുകൂടെ നോക്കുകയാണ്, ശ്രമിച്ചു നോക്കുകയാണ്. അങ്ങനെ ഇവൻ പോയിട്ട് വീണ്ടും റഷ്യയും മറ്റും കൂട്ടുപിടിക്കും. ഞാൻ നിന്നെ വഴിതെറ്റിക്കും, കാരണം നിന്റെ പ്ലാൻ ഒന്നും നിന്റെ ബുദ്ധിയിലല്ലായിരിക്കും നീ പ്രവർത്തിക്കുന്നത്. ഗോഗിനോടാണ് ഈ പറയുന്നത്, ഞാൻ നിന്നെ ഗോഗിന് ഒരിക്കലും ആഗ്രഹമില്ല. കാരണം ശരിക്കും 3-ാം ലോകത്തിൽ അടിയേറ്റതാണ്. അന്ന് ന്യൂക്ലിയർ ബോംബ് വീണ് 5 ഭാഗവും നശിച്ചുപോയി. ആ പദമാണ് ഇവിടെ. പക്ഷേ ഇത് മലയാളം ബൈബിളിലെ കാണുന്നുള്ളൂ, മറ്റ് ഇംഗ്ലീഷ് ബൈബിളിൽ ഞാനിത് കണ്ടിട്ടില്ല. ഞാൻ നിന്നെ വഴി തെറ്റിച്ച് 6-1 ശേഷിപ്പിച്ച്, എന്ന് പറഞ്ഞാൽ 6-5 ഈ 3-ാം ലോക മഹായുദ്ധത്തോടു കൂടി ന്യൂക്ലിയർ ബോംബ് വീണ് അവർ നശിച്ചു പോകും. നിന്നെ വടക്കേ അറ്റത്തു നിന്നും പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും. വീണ്ടും വരികയാണ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട്. നിന്റെ ഇടം കൈയിൽ ഞാൻ നിന്റെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്റെ അമ്പ് വീഴിക്കും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടുള്ള ജാതികളും ഇസ്രയേൽ പർവ്വതങ്ങളിൽ വീഴും. അവിടെ യുദ്ധം
യുദ്ധമല്ലെന്ന് ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ പറയുന്നു, ഞാൻ നിന്നെ കഴുകു മുതലായ പറവകൾക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും, നീ വെളിമ്പ്രദേശത്ത് വീഴും, ഞാനല്ലോ അത് കൽപ്പിച്ചിരിക്കുന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്ത പദം, ആറാമത്തെ പദം ശ്രദ്ധിച്ചോണം. മാഗോഗിലും തീരപ്രദേശങ്ങളിലും നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും, ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. അതേ വാക്യം തന്നെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7 വാക്യം. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും, അവൻ ഭൂമിയുടെ 4 ദിക്കുമുള്ള ജാതികളിൽ സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിനെ വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെ. ഈ പദം കൂടെ ഓർക്കണം, ഇവിടെയാണ് അർത്ഥം ഗ്രഹിക്കുന്നത്. ഇത് 3-ാം ലോകമഹായുദ്ധമല്ല. 3-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ആന്റി ക്രൈസ്റ്റിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടെന്നുള്ളത് വെളിപ്പാട് പുസ്തകം 19-20 നമുക്ക് കാണാം. വെളിപ്പാട് 20-2 കാണാം, സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലക്കിട്ടു. അതിൻ്റെ 7-ാം വാക്യത്തിൽ കാണാം, സാത്താനെ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് തുറന്നു വിടുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും പോയി ഈ ശക്തികളെ, ഈ പാർസികളെ എല്ലാം കൂട്ടിക്കൊണ്ട് വീണ്ടും വരികയാണ് യുദ്ധത്തിന്. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും, യെരൂശലേം, പ്രിയ നഗരം യെരൂശലേം, പാളയം 1000 ആണ്ട് വാഴ്ചയിൽ ആ സമയത്തൊരു വിധാനമുണ്ട്, ഒരു പാളയമുണ്ട്. അതിനകത്താണ് ദൈവമക്കൾ പാർക്കുന്നത്, വസിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടി യേശു ക്രിസ്തു രാജാവായിരിക്കും. യെശയ്യാവിന്റെ പുസ്തകം 32, ഒരു രാജാവ് നീതിയോടെ ഭരിക്കും, പ്രഭുക്കന്മാർ ന്യായപാലനം ചെയ്യും. ആ സംഭവമാണ് അവിടെ നടക്കുന്നത്. അപ്പോഴാണ് വീണ്ടും ഇവൻ യുദ്ധത്തിന് വരുന്നത്. അത് 3-ാം ലോകമായ യുദ്ധമല്ല. 6-ാം വാക്യത്തില്, മാഗോഗിലും തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരിൽ ഞാൻ തീ അയക്കും, ഞാൻ യഹോവ എന്ന് അവരറിയും. വെളിപ്പാട് പുസ്തകം 20-ന്റെ 10-ാം വാക്യം, അവരെ വഞ്ചിച്ച പിശാചിനെയും മൃഗവും കള്ളപ്രവാനും കിടക്കുന്ന തീപ്പൊയ്യിലേക്ക് തള്ളിയിടും, അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. 9-ാം വാക്യം, അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളത്തെയും പ്രിയ നഗരത്തെയും വളയും, എന്നാൽ ആകാശത്തുനിന്നും തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. എസെക്കിയേൽ 39:6 പറയുന്ന അതേ സംഭവമാണ് വെളിപ്പാട് പുസ്തകം 20-9 പറയുന്നത്. ആ സമയത്ത് തീ ഇറങ്ങി സോദോം ഗോമരയും മറ്റും നശിപ്പിച്ചതുപോലെ ആകാശത്തും തീ ഇറങ്ങി ദഹിപ്പിക്കും. അല്ലെങ്കിൽ അഹരോന്റെ മക്കൾ നാദാവും അബീഹൂവിനെയും ദഹിപ്പിച്ചതുപോലെ 2 പ്രാവശ്യം നമുക്ക് തീ ഇറങ്ങി. അതിൽ ഒന്നാണ് സോദോം ഗോമോര. ആ സോദോം ഗോമോരയെ കുറിച്ച് വീണ്ടും യൂദ എടുത്തു പറയുന്നുണ്ട്. ദൈവദാസന്മാർക്കുള്ള വാണിംഗ് തരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അത് ദൃഷ്ടാന്തമായി കിടക്കുക. അതുപോലെ തീ ഇറങ്ങി ഈ പറയുന്ന വലിയ വീണ്ടും വരുന്ന 1000 വർഷം കഴിഞ്ഞ് വരുന്ന ഈ സമൂഹത്തെ ദഹിപ്പിച്ചു കളയും. അതോടുകൂടി സംഭവിച്ചു തീരുന്നു. പ്രശ്നങ്ങൾ ഇവിടെ തീരുകയാണ്, സംഭവിച്ചു തീരുന്നു. സക്കറിയ പ്രവചനത്തിലേക്ക് വരുമ്പോൾ, സക്കറിയ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ, യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും, ഇതേ സംഭവം ഇവിടെ പറയുന്നത്, യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്, അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോയി. നേരെ നിൽക്കുന്ന ഒരുവൻ അപ്പോഴേ ഓൺ ദി സ്പോട്ടിൽ, നിങ്ങൾ ഹിരോഷിമയും നാഗസാക്കിയെയും കുറിച്ചൊന്ന് പഠിക്കണം. ആറ്റം ബോംബ് വീണപ്പോൾ നിന്ന കുഞ്ഞുങ്ങളുടെ കണ്ണിങ്ങനെ ഉരുകിയിട്ട് കണ്ണ് വെള്ളം പോലെ ഉരുകിപ്പോന്നു എന്നാണ് പറയുന്നത്. മാംസം ചീഞ്ഞഴുകിപ്പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞളിഞ്ഞു പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അന്നാൾ യഹോവയാൽ ഒരു മഹാപാരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാകും. അവർ ഓരോരുത്തൻ താന്താൻ്റെ കൂട്ടുകാരൻ്റെ കൈ പിടിക്കും, ഒരുവന്റെ കൈ മറ്റൊരുവന്റെ നേരെ പൊങ്ങും. അവരിടയിൽ ആഭ്യന്തര രാജ്യങ്ങൾ തമ്മിൽ നിങ്ങളാ ഞങ്ങളെ വിളിച്ചോണ്ട്. കാരണം ഇവർ വഴിതെറ്റി വരുന്നവരാ, മനസ്സില്ലാ മനസ്സോടെ വരുന്നവരാ. 39 ഞാൻ നിന്നെ വഴി തെറ്റിച്ച് 6-1 ശേഷിപ്പിച്ച്. ഈ ഗോഗ് മാഗോഗ് ഒന്നും രണ്ടാമത് വരാൻ താല്പര്യമില്ല. കാരണം 3-ാം ലോകമഹായുദ്ധത്തിൽ ആറ്റം ബോംബ് വീണ് മൊത്തം തകർന്ന് നിൽക്കുക. അപ്പോഴാണ് ഇവൻ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് വീണ്ടും യുദ്ധത്തിന് വിളിച്ചുകൊണ്ട് വരുന്നത്. മനസ്സില്ലാ മനസ്സോടെ. പക്ഷേ എഗ്രിമെന്റ് നിപ്പുണ്ട്. ആ എഗ്രിമെന്റ് നിവർത്തിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ മനസ്സില്ലാ മനസ്സോടെ വരുന്നു. അവർ ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുന്നു. അവിടെ യുദ്ധമില്ല. അവിടെ അപ്പോൾ രാജാവ് ബെഞ്ചമിൻ നെതന്യാഹുവൊന്നും അല്ല. ആ സമയത്ത് അവിടെ രാജാവ് കർത്താവായ യേശു ക്രിസ്തുവാ. യെശയ്യാ 32:1-2 അനേക വാക്യങ്ങൾ നമുക്ക് കാണാം. രാജാവ് ദാവീദിന്റെ മുളയിൽ നിന്നുള്ള ഒരുവനാണ് അവിടെ രാജാവ്.
സക്കറിയ 9-ാം വാക്യം, അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. ഇവിടെ ഈശായുടെ മുളയിൽ നിന്ന് കുറ്റിയിൽ നിന്ന് ഒരുവൻ ഉത്ഭവിക്കും, അവൻ രാജാവായിട്ട് ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നൊക്കെ പറയുന്നതിന്റെ പൂർത്തീകരണം ഇവിടെ നടക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ജനമേ, ഈ സാത്താനെ അഗ്നികുണ്ഡത്തിലേക്ക് വിടുന്നു. ഏത് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട്. എന്നാൽ 3-ാം ലോകമഹായുദ്ധം കഴിയുമ്പോൾ കള്ളപ്രവാചകനെയും ഈ ആന്റി ക്രൈസ്റ്റിനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. വെളിപ്പാട് പുസ്തകം 19-20 വാക്യത്തിൽ. അങ്ങനെ ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നു. ഇത് കഴിയുമ്പോൾ ഇവിടെ 1000 ആണ്ട് വാഴ്ച നടന്ന് കഴിഞ്ഞാണ് ഈ അവസാനത്തെ ഭാഗങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. സക്കറിയ പ്രവചനം 14-16, എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും, ഇവരെല്ലാം ഉണ്ടല്ലോ, പേർഷ്യയും കൂശ്യരും പൂത്യരും ഒക്കെ, ശേഷിച്ചിരിക്കുന്ന ഏവനും. അപ്പൊ ശേഷിച്ചിരിക്കുന്നവനേ ഉള്ളൂ, കാരണം ഒത്തിരി എണ്ണം ഈ യുദ്ധത്തിൽ നശിച്ചുപോയി, 1/6 നശിച്ചുപോയി. ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. യെരൂശലേമിൽ ഇവർ വരും. അന്ന് സാത്താൻ ഇവിടെ ഇല്ല. 1000 ആണ്ട് വാഴ്ചയിൽ ഭൂമിയിലെ സർവവംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല. 3-ാം ലോകമഹായുദ്ധം നടക്കും. അത് കഴിയുമ്പോൾ ആന്റി ക്രൈസ്റ്റിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയിലേക്ക് വിടുന്നു. സാത്താനെ 1000 ആണ്ടേക്ക് ബന്ധിക്കുന്നു. ഇവിടെ 1000 ആണ്ട് വാഴ്ച നടക്കുന്നു. 1000 ആണ്ട് വാഴ്ച നടക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവും തൻ്റെ വിശുദ്ധ ജനം, പുതിയ നിയമസഭയും പഴയ നിയമ വിശുദ്ധന്മാരും അതിനകത്തുണ്ട്. അവർ 1000 ആണ്ട് വാഴ്ചയ്ക്ക് യെരൂശലേമിൽ വരുന്നു. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും എന്തിനധികം നമ്മുടെ ശിഷ്യഗണങ്ങളോടും യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഒരു ആക്ഷരിക രാജ്യം ഇവിടെ സ്ഥാപിക്കും. അതിൻ്റെ രാജാവ് യേശുക്രിസ്തു ആയിരിക്കും. അവിടെ നമുക്കൊക്കെ ഡ്യൂട്ടി കൊണ്ട് ന്യായാധിപതികളായിരിക്കും നമ്മളൊക്കെയും. അങ്ങനെ ആ ന്യായപാലനം നടത്തി 1000 വർഷം കഴിയുമ്പോൾ സാത്താനെ വീണ്ടും അഴിച്ചു വിടുന്നു. അവൻ വീണ്ടും പോയി ദുഷ്ടജാതികളെ വിളിച്ചു കൊണ്ടുവരുന്നു. അതാണ് 83-ാം സങ്കീർത്തനത്തിൽ ഞാൻ 10 ജാതികളുടെ ലിസ്റ്റ് പറഞ്ഞിരുന്നു. അതിലെ മോസ്റ്റ്ലി ആൾക്കാരും അതിനകത്തുണ്ടാകും. വീണ്ടും ആ യുദ്ധത്തിന് വരുന്നു. അത് യുദ്ധമല്ല, അത് അവസാനത്തെ സംഭവമാണ്. അന്ന് സ്വർഗത്തിലെ ദൈവം സോദോം ഗോമരയെ നശിപ്പിച്ചതുപോലെ തീയും ഗന്ധവുമുള്ള വലിയൊരു അഗ്നി കൊണ്ട് ഈ ജനത്തെ നശിപ്പിക്കുന്നു. ഇവർ നശിച്ചു പോകുന്നു. പിന്നിവിടെ വെള്ളസിംഹാസനം വയ്ക്കുന്നു. പിന്നിവിടെ നിത്യമായ യുഗം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രതിഫല വിതരണത്തെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് ചിന്തിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാലും ആശ്വാസം നൽകാൻ കഴിയാതെ ആത്മവീനായുള്ളം കലങ്ങിയപ്പോ, ആരാലും വർണ്ണിപ്പാൻ കഴിയാതെ ദിവ്യസ്നേഹമെന്നാശ്വാസമാ